അന്നാമ്മച്ചി അടുക്കളവാതിൽ അടച്ചതും സ്ലാബിൽ കിടന്ന ബ്രെഡ് കഷ്ണം എടുക്കാൻ പൊട്ടുകുറ്റിയുടെ അകത്തു നിന്നും ചാടി ഓടിയ ചുക്കിപ്പാറ്റ തീറ്റ തേടി പാഞ്ഞു വന്ന പൂക്കിപ്പാറ്റയുമായി കൂട്ടിയിടിച്ചു. അവൾ നാണത്തോടെ കുതിറി മാറി. അവൻ ജാളിതയോടെ മുഖം താഴ്ത്തി കയ്യിൽ കിട്ടിയ ബ്രെഡ് കഷ്ണം അവൾക്ക് നേരെ നീട്ടി. ചുക്കിപ്പാറ്റ ജനലരികിൽ നിലാവ് നോക്കി പ്രണയത്തോടെ കയ്യിലിരുന്ന ബ്രെഡ് കഷ്ണം കടിച്ചു. പൂക്കിപ്പാറ്റ കിച്ചൺ സിങ്കിന്റെ അകത്ത് കുളിക്കുന്നതിനിടയിൽ അവൾ മാത്രം ഓർത്തു. പിന്നീട് പതിവായി കിച്ചൺ സ്ലാബിൽ അവൾക്കായുള്ള തീറ്റകൾ വെച്ചിട്ട് കടന്നു കളയുന്ന ആ കള്ളക്കാമുകനെ അവളും പ്രേമിച്ചു തുടങ്ങി. പ്രണയം തുറന്നു പറയാൻ വെമ്പിയിരുന്ന പാറ്റകളെ പക്ഷേ വിധി വേർപിരിച്ചു. കോളേജിൽ കീറിമുറിക്കാനായി ടോണിക്കുട്ടൻ പിടിച്ചത് ചുക്കിപ്പാറ്റയായിരുന്നു. അവളെ പാത്രത്തിലാക്കി കൊണ്ടുപോകുന്നത് കണ്ട് പൂക്കിപ്പാറ്റ ഉച്ചത്തിൽ അലറി വിളിച്ചു, എന്തിനാണ് അവളെ കൊന്നിട്ട്? ഒരു പാറ്റയെ കീറി പഠിച്ചാലേ നിനക്കൊക്കെ ജോലി കിട്ടത്തുള്ളോ തെണ്ടികളെ. കോളേജിൽ ചുക്കിയെ മുട്ടുസൂചി കുത്തി കീറി മുറിക്കുമ്പോൾ അവളൊന്ന് പിടഞ്ഞു. നിന്നോട് എന്റെ പ്രണയം പറഞ്ഞില്ലല്ലോ നാഥാ. വൈകിട്ട് വീട്ടിലെത്തിയ ടോണിക്കുട്ടൻ വലിയ ആഹ്ലാദത്തിലായിരുന്നു. മമ്മി, പാറ്റിയെ കീറിയിട്ട് ഫുൾ മാർക്ക് കിട്ടി. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് പൂക്കിക്ക് വല്ലാത്ത ദേഷ്യമായി. അവൻ പ്രതിഷേധിക്കാൻ തുടങ്ങി. അടുക്കളയിൽ പുട്ടിന്റെ മേളിൽ അപ്പിയിട്ട് അവൻ വീട്ടുകാരുടെ തീറ്റ മുടക്കി. അലമാരിയിൽ ഉടുപ്പുകളുടെ ഇടയിൽ കയറി പാത്തിരുന്ന് ഇച്ചായന്റെ ജെട്ടിയിൽ കാറ്റ് കയറാനായി ഓട്ടയിട്ടു. പാറ്റ ശല്യം സഹിക്കാനാവാതെ ഇച്ചായൻ പാറ്റ ഗുളിക മേടിച്ചു വെച്ചു. മൂലയിലെല്ലാം ഹിറ്റ് എടുത്തടിച്ചു. പൂക്കിപ്പാറ്റ പക്ഷേ പിടികൊടുക്കാതെ പ്രതിഷേധം തുടർന്നു. ഇന്ന് അവന് പിന്നിൽ വലിയൊരു പാറ്റ പാർട്ടിയുണ്ട്, ചുക്കി ജനതാ പാർട്ടി. അടുക്കളയിൽ പാറ്റാകാഷ്ടം കണ്ടാലോ ജെട്ടിയിൽ ഓട്ട വീണാലോ ആധാരം പകുതി കാണാതെ പോയാലോ സംശയിക്കേണ്ട, വീട്ടിലെ പാറ്റകൾ പ്രതിഷേധത്തിലാണ്. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.